എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധിയായ ആ കത്ത് ഞാൻ സൂക്ഷിച്ചിരുന്നു. ഇതിനോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം എന്റെ വീട് തീ കത്തിപ്പോയി, എന്റെ മുതലാകെ കത്തിപ്പോയി. എനിക്കതിൽ ബേജാറുണ്ടായില്ല. മുതൽ പിന്നെ എനിക്ക് അല്ലാഹു തന്നു. എന്റെ അന്നൊന്നും തീരാത്ത വേദന തങ്ങളപ്പന കത്ത് കത്തിപ്പോയല്ലോ എന്ന കാര്യത്തിൽ. അവരാണ് സമസ്തയുടെ നേതാക്കൾ. അവരാണ് ഇവിടെ മങ്കൂസ് മൗലൂദ് ഓടിക്കാണിച്ചത്. അവരാണ് ഇവിടെ ശറഫുൽ അനാബി ഓടിക്കാണിച്ചത്. അവരാണ് ഇവിടെ ബഹുമാനപ്പെട്ട കുത്തുബിയത്തിൽ നടത്തി കാണിച്ചത്. അവരാണ് ഇവിടെ വെള്ളവും നൂലും മുറുക്കും കൊടുത്തിരുന്നത്. ഇനി അതിന് ഒരു തെളിവ് വഹാബിയുടെ മുന്നിൽ പോയി പരിശോധിക്കേണ്ട ആവശ്യം സുന്നികൾക്കില്ല. വഹാബിയുടെ കൂട്ടത്തിൽ ഇക്വാലത്തിൽ മരിച്ച ഒരാളെ പോലും കാണില്ല. അതുകൊണ്ടാണ് ഇതാ ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ പാപ്പായുടെ മകൻ മഹാനായ ഉമർ അലി ശിഹാബുതങ്ങൾ സമസ്തയുടെ കറാമത്ത് ബോധ്യമുള്ളവരെ ബോധ്യപ്പെട്ടോളൂ. ഒരു കൊല്ലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രികൾ റമളാൻ കഴിഞ്ഞാൽ 5 രാത്രികളാണ്. എല്ലാ വെള്ളിയാഴ്ച രാവ്, പിന്നെ ചെറുപെരുന്നാളിന്റെ രാവ്, പിന്നെ വലിയൊരുനാളിന്റെ രാവ്, പിന്നെ റജബിന്റെ പിന്നെ ആദ്യത്തെ രാവ്, ഷഅബാനിന്റെ 15-ാം രാവ്. ഇക്കൊല്ലത്തെ റജബിന്റെ ആദ്യത്തെ രാവിന് വേറെയും ഒരു പ്രത്യേകത ഉണ്ട്. അത് വെള്ളിയാഴ്ച രാവും കൂടി. ആ ദിവസം ഹുസൈൻ നിസ്കരിച്ച് കലിമയും ചൊല്ലി മരിച്ചു. മരണം വരെ സമസ്തയുടെ നേതാവായിരുന്ന ഈ ഉമ്മത്തിന് ഇതാണ് സത്യവഴിയെന്ന് ബോധ്യപ്പെടുത്തിയ വണ്ടിയുടെ കാറിന്റെ വിലയല്ല, കാറിന്റെ ടയറിന്റെ വിലയല്ല, ഇതാണ് സത്യത്തിന്റെ വഴിയെന്ന് പഠിപ്പിച്ച മഹാനായ ഉമർ അലി ശിഹാബുതങ്ങൾ റഹിമഹുല്ലാഹ്. അല്ലാഹു തആല അവിടത്തെ കൂടെ നമ്മളെയും ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആർക്കെങ്കിലും തലച്ചോറിൽ വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അവരോടാണ് ഞാനിത് പറയുന്നത്. മനുഷ്യന്മാർക്കുണ്ടല്ലോ വഴിയറിയാതെ നടത്താം. ചിന്തിക്കേ, പേച്ചിട്ടുണ്ട്, എവിടെയോ പേച്ചിട്ടുണ്ട് ചിലർക്ക്. ചിന്തിക്കണം. തങ്ങൾ പോൽ ഇഫാളത്തിന്റെ തുവാഫിന്റെ നേരത്തെ കയറ്റിക്കൊണ്ടുപോയി വെള്ളിയാഴ്ച രാവിലെ മരിച്ചു മഹാനായ ഖൈറുൽ ഖൗം തങ്ങൾ റഹിമഹുല്ലാഹ്. അല്ലാഹു ഫിർദൗസിൽ അവരെ കൂടാൻ തൗഫീഖ് ചെയ്യട്ടെ. വെള്ളിയാഴ്ച രാവിലെ മരിച്ചു. ഇഫാളത്തിന് തുവാ പൂർത്തിയായില്ല, കയറ്റിക്കൊണ്ട് നാദാപുരത്തുണ്ടായിരുന്നു കീഴ ഓറ ശിഷ്യനായ ഒരു കുഞ്ഞാലി ഹാജി. അന്ന് ഖാദിമായ ഹജ്ജിന് പോയ ആളാ. ആ കുഞ്ഞാലി ഹാജി കഴിഞ്ഞ കൊല്ലം മരിച്ചു. അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. ഞാൻ ഖാദിമായി പോയ ആളാ. നേരെ ആ തങ്ങൾ മരിച്ച ഉടനെ നേരെ എന്തിലേക്ക് കയറി ചെന്നപ്പോൾ അപ്പോൾ കയ്യിൽ തസ്ബീഹ്മാലുണ്ട്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ തആഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. എങ്ങനെയാ ഹജ്ജിന് പോയത്? മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും ദീന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കണം. എങ്ങനെ ഹജ്ജിന് പോയത്? 972 ഹജ്ജിന് പോയ അന്നത്തെ ദിവസം കൊയിലാണ്ടിയിലെ ബാബായി വീട്ടിൽ പങ്കെടുത്ത അനവധി ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഇന്ന് ഈ ആഴ്ച ഞാൻ അതിലൊരാളെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? എന്താ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? ദാഫക്കത്തങ്ങൾ 972 ഹജ്ജിന് പോയപ്പോൾ ഒക്കെ സനദ് മുത്തസില. ആ 972 ഹജ്ജിന് പോയപ്പോൾ അവസാനം യാത്രയപ്പിന് കൂടിയ ഒരാളെ ഈ ആഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. 1 ഡസൻ ആളുകൾ ഇപ്പോഴും കൊയിലാണ്ടില്ല. ഇപ്പോഴുണ്ട്. ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ കാണിക്കാൻ കഴിയില്ല. അല്ലാഹു തആല നമുക്ക് അല്ലാഹുവിന്റെ മഹാന്മാരോട് കൂടെ ജീവിതം തരട്ടെ. പരലോകത്ത് നമ്മൾ വിജയിപ്പിക്കുമാറാകട്ടെ. നിങ്ങൾ ബഹുമാനപ്പെട്ടവർ എങ്ങനെ പോയ ആലിമീങ്ങൾ മുഴുവനും കൊയിലാണ്ടിയിൽ വന്നു. എല്ലാവരും നിറഞ്ഞ സദസ്സിൽ മങ്കൂസ് മൗലൂദോടെ ഞാൻ നിങ്ങളോട് അന്യായമായി സയ്യിദി ഖൈറൻ നബി സ്വലാത്തു അലൻ നബി സലാമു അലർ റസൂൽ الشفيع الأبطاحي والحبيب العربي ഓടി ഷറഫനാനോടി യാസീൻ ഓടിയപ്പോൾ തങ്ങളാപ്പ അകത്തേക്ക് പോയി. എന്നിട്ട് എന്ത് ചെയ്തു? കൈ നിറയെ കവർ കൊണ്ടുവന്നു. അവിടെ കൂടിയ ഓരോ ആളുകളുടെയും പോക്കറ്റിൽ കവറിട്ട് കൊടുത്തു. മൗലൂദ് ഓടുമ്പോൾ അങ്ങനെ ഒരു സുന്നത്തുണ്ട്. അവസാനവും സ്ഥാപിച്ചു. അങ്ങനെയും കൂടിയുണ്ട്.
ഞാൻ തൽക്കാലം കവർ ഇട്ടാൽ മതി പറഞ്ഞാൽ വിചാരിക്കണ്ട. പക്ഷെ അങ്ങനെയുണ്ട്. ആ മനുഷ്യനാണ് കേരളത്തിലെ നവോത്ഥാന പുരുഷൻ. കേരളത്തിലെ ഈ വെളിച്ചത്തിന്റെ മുഴുവനും കാരണക്കാരൻ ആ മനുഷ്യനാ. കഴിഞ്ഞ കൊല്ലം ഞാൻ ബഹ്റൈനിൽ പോയിരുന്നു. പുണ്യരായ ആലിക്കുടിസാദ് ബഹ്റൈനിൽ പോയ ഇതിന്റെ തൊട്ടുടനെ ഞാൻ ബഹ്റൈനിൽ പോയിരുന്നു. ആലിക്കുടിസാദിന്റെ ക്ഷണപ്രകാരം പിന്നെ അവിടെയുള്ള ഒരു ഗവൺമെന്റ് പ്രതിനിധി നമ്മുടെ ചില സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. ഞാൻ ബഹ്റൈനിൽ അദ്ദേഹം അടക്കം എന്റെ പരിപാടിയിലുണ്ടായിരുന്നു. പരിപാടി കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരാൾ എന്നെ അയാളുടെ വീട്ടിലേക്ക് വിരുന്നിന് ക്ഷണിച്ചു. ചെന്നു. രാവിലെ വിരുന്ന് ചെന്നപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ വിരുന്നിനൊന്നും ക്ഷണിച്ചതല്ല, ഞാൻ നിങ്ങൾക്കൊരു എന്റെ ലൈബ്രറിയിൽ നിന്ന് ഒരു കിതാബ് കാണിക്കാൻ ക്ഷണിച്ചതാണെന്ന് പറഞ്ഞു. എന്നൊരു കിതാബ് എടുത്തുകൊണ്ടുവന്നു. അത് തുറന്നു. അതിന്റെ നടുവിൽ അവർ പേജ് കാണിച്ചു. അസയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി കാലിക്കോട്ടി 20ാം നൂറ്റാണ്ടിൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ലോകത്തെ ജീവാർപ്പണം ചെയ്തിട്ടുള്ള മഹാന്മാരായ സാദാത്യങ്ങളെ കഥ പറയുകയാണ്. അശ്ശജറത്തു ത്വയ്യിബ. ആ കിതാബിന്റെ മധ്യത്തിൽ ഒരു പേജ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. ആ മനുഷ്യനാണ് സമസ്ത കേരള. എന്താ പേര്? സമസ്ത കേരള ഇസ്ലാമര വിദ്യാഭ്യാസം ഉണ്ടാക്കി. ഇന്നും അതിന്റെ പേര് അങ്ങനെ തന്നെയാണ്. അത് വളരെ ചിന്തിക്കണം, വളരെ ആലോചിക്കണം. ആ മനുഷ്യന് കിടക്കുന്നത് മഹാനായ സയ്യിദ് അലവി മാലിക് റഹ്മത്തുള്ളാഹിയുടെ ചാരത്താണ്. ആ മനുഷ്യൻ കിടക്കുന്നത് ഖദീജ ബീവിയുടെ കാലിന്റെ ചുവട്ടിലാകുന്നു.